ബഹുമാന്യരെ, ഞാൻ സംസാരിക്കുന്ന വിഷയം രോഗഭാവനകളുടെ പ്രതിനിധാനങ്ങൾ എന്നതാണ്. കേൾക്കുമ്പോൾ ഈ പേപ്പറുണ്ടെങ്കിലും പേപ്പർ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തെ, നമ്മുടെ മലയാളത്തിൽ എന്തുകൊണ്ടാണ് രോഗസൂചകങ്ങളായ പദങ്ങളും വേർഡ് കോമ്പൗണ്ട് വേർഡ്സും ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ഒരു സംശയം. മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ ഉള്ളതിലധികമായി മലയാളത്തിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ സാഹചര്യം, ഒന്നാമത്തേത് അതൊരു ചരിത്രപരമാണ് എന്ന ഒരു ആർഗ്യുമെൻ്റ് വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറയാൻ കാരണം, ഏതാണ്ട് BC 500 മുതൽ തന്നെ പലതരം ചികിത്സാ പാരമ്പര്യങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ആയുർവേദമാണ്. ആയുർവേദം വരുന്നത് നമുക്കറിയാവുന്നതുപോലെ ഏറെയും അത് സംസ്കൃതത്തിൻ്റെ ചുമലിലേറിയാണ് ആയുർവേദം കേരളത്തിലെത്തുന്നു. എന്നാൽ അതേസമയം കേരളത്തിൽ നിന്ന് ചില ആയുർവേദ വിധികൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആയുർവേദവും കേരളവും തമ്മിൽ തികച്ചും റെസിപ്രോക്കലായിട്ടുള്ള പാരസ്പരികമായ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ ഉണ്ടായിരുന്ന പാരിസ്ഥിതികമായ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവിടുത്തെ സസ്യങ്ങളുടെയും മണ്ണിൻ്റെയും ഔഷധ മൂല്യം തിരിച്ചറിഞ്ഞ് ഇതിനെ ബന്ധിപ്പിക്കുന്നതിൽ ഈ ഘട്ടം വളരെ പ്രയോജനകരമായിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് കോളനൈസേഷനാണ്. കോളനൈസേഷൻ്റെ ഭാഗമായി നമുക്ക് വരുന്ന യൂറോപ്യൻ മെഡിസിൻ്റെ, ഇംഗ്ലീഷ് മെഡിസിൻ്റെ അല്ലെങ്കിൽ അലോപ്പതി മെഡിസിൻ്റെ സ്വാധീനം മലയാളത്തിലുണ്ടാകുന്നു. ഇവിടെ വരുമ്പോഴേക്ക് അതുവരെ രോഗ സൂചകങ്ങളായ നാമങ്ങൾ, ചികിത്സാ സമ്പ്രദായങ്ങൾ, വൈദ്യന്മാരുടെയും മറ്റും പേരുകൾ കൊടുക്കുന്ന പദാവലികൾ, ഇങ്ങനെ പല കാര്യങ്ങളിൽ ഇതിന് ഒരടിത്തറ ഉണ്ടാകുന്നുവെങ്കിൽ കോളനൈസേഷൻ്റെ കാലമാകുന്നതോടു കൂടിയിട്ടാണ് നമ്മൾ സർവ്വയിടത്തും ഇംഗ്ലീഷിൻ്റെ മാതൃകകൾ സ്വീകരിക്കുവാൻ നിർബന്ധിതരാകുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ മാതൃക എന്ന് പറയാം, എങ്ങനെ ഭാഷയിലേക്ക് കടന്നു വരുന്നു എന്നതിന് ഒരു ഉത്തരം ഇംഗ്ലീഷ് അധിഷ്ഠിതമായ രോഗഭാവനകൾ അല്ലെങ്കിൽ ചികിത്സാ ഭാവനകൾ മലയാളത്തിലുണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം പദങ്ങൾ വരുന്നത്. ഇത്രയും പറയുമ്പോൾ പോലും എത്രത്തോളം ഉണ്ട് ഈ പദങ്ങളുടെ എണ്ണം എന്ന് നമ്മൾ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. ഇതോട് ബന്ധിപ്പിച്ച് ആലോചിക്കുമ്പോൾ മറ്റൊരു സംഗതി വരുന്നത്, ഒന്ന്, ഈ നമ്മുടെ ഭാഷയുടെ ഉറവിടം തലച്ചോറാണ്, ഈ ശരീരമാണ്. ശരീരത്തിൽ നിന്നാണ് ഭാഷ ജനിക്കുന്നത്. ശരീരത്തിൻ്റെ പൊസിഷൻ പലതും ഭാഷയിൽ ക്രിയാപദങ്ങളായി രൂപപ്പെടുകയാണ്. അങ്ങനെ ക്രിയാപദങ്ങളായി രൂപപ്പെടുന്ന പദങ്ങൾ പിന്നീട് അതിനോട് പ്രത്യയങ്ങൾ ചേർത്തോ മറ്റ് ക്രിയാരൂപങ്ങൾ ചേർത്തോ മറ്റേതെങ്കിലും രൂപങ്ങൾ ചേർത്തുകൊണ്ടോ നമ്മളതിനെ വികസിപ്പിച്ചെടുക്കുകയാണ്. കാരണം ഓരോ സന്ദർഭത്തെയും വ്യത്യസ്തമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പദനിർമ്മാണം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് തുടരുന്നത്. അപ്പോൾ ഇവിടെ രോഗത്തെ സംബന്ധിച്ച് പറയുമ്പോഴും ശരീരത്തിന് ഉണ്ടാകുന്ന സ്വാഭാവികമായ അവസ്ഥയിൽ വ്യത്യാസം വരുന്നതോടു കൂടിയാണ് അത്തരം ഭാവനകൾ ഭാഷകരെ നിയന്ത്രിച്ചു കൊടുക്കുന്നത്. സ്വാഭാവികാവസ്ഥയിൽ നിന്ന് ചെറിയ മാറ്റം ഉണ്ടാകാത്ത ഒരു കാലമുണ്ടെങ്കിൽ അതിൽ നമ്മൾ നാച്ചുറലാകും. നേരെ മറിച്ച് സ്വാഭാവികമായ അവസ്ഥയിൽ നിന്ന് ഒരല്പം വ്യതിയാനം സംഭവിക്കുന്നതോടുകൂടി നമ്മൾ പുറത്തു നിന്നുള്ള ഒരു സഹായം ആവശ്യപ്പെടുന്നു. ഈ സാഹചര്യം ഉണ്ടാകുന്നത് കൊളോണിയൽ ഘട്ടത്തിലാണ് എന്നാണ് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇനി അത് നോക്കിയാൽ ഇത്
പല കാരണങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യൂറോപ്യൻ മെഡിസിൻ്റെ വരവ് പറഞ്ഞു, ഇംഗ്ലീഷ് മെഡിസിൻ്റെ വരവ് പറഞ്ഞു, ചികിത്സാലയങ്ങളുടെ വരവ്. അപ്പോൾ ആദ്യകാലത്ത് വൈദ്യൻ്റെ അടുക്കൽ പോയി ശുശ്രൂഷ ഈ പരിശോധന നടത്തുന്നതായിരുന്നു രീതിയെങ്കിൽ പിന്നീട് ക്ലിനിക്കുകൾ ഉണ്ടാകുന്നു, ചെറിയ ചെറിയ ആശുപത്രികൾ ഉണ്ടാകുന്നു, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരുന്നു, മെഡിക്കൽ കോളേജുകൾ വരുന്നു, പലതരം ചികിത്സാ സമ്പ്രദായങ്ങൾ വരുന്നു. ഇതെല്ലാം കടന്നു വരികയും ശരീരത്തിൻ്റെ സ്വാഭാവികമല്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കാൻ പദാവലികൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ചികിത്സാ ആലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഓരോന്നും പേരിട്ട് നമ്മൾ വിളിക്കുകയാണ്. ഇത് പതുക്കെ പതുക്കെ നേരത്തെ സംസ്കൃതത്തിൽ നിന്ന് ചില രൂപങ്ങൾ എമർജ് ചെയ്യുകയാണ് ഉണ്ടാകുന്നതെങ്കിൽ പതുക്കെ മലയാളവും നാട്ടുഭാഷയിൽ കൊടുന്തമിഴിൽ മലനാട്ടു തമിഴിൽ ഉണ്ടായിരുന്ന രൂപങ്ങൾ പതുക്കെ പതുക്കെ പിന്മാറുകയും അവിടേക്ക് ഇംഗ്ലീഷ് പദാവലികൾ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് പദാവലികൾ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വേദന എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിദ് എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വേദന ഉണ്ടാകുന്നത്. വിദ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാത്തരം സെൻസിറ്റൈസേഷനെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അറിവുൾപ്പെടെ എല്ലാത്തരം സെൻസിറ്റൈസേഷനെയും സ്വീകരിക്കുന്ന പദമാണ് വിദ് എന്ന ധാതു. പക്ഷെ ആ വിദ് ഇതിൽ നിന്ന് വേദനയിലേക്ക്, വൈദ്യത്തിലേക്ക് കിടക്കുന്നുണ്ട്, വിദ്വാനിലേക്ക് കിടക്കുന്നുണ്ട്, വേദനയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ വേദനയിലും ഈ സെൻസേഷനാണ് വരുന്നത്. പക്ഷേ ഈ വേദനയെ കുറേ കൂടി നമ്മൾ ഗ്ലാമറൈസ് ചെയ്തിട്ട് അതിനെ പെയിനാക്കി മാറ്റുകയും 21-ാം നൂറ്റാണ്ടിൽ വേദനയുടെ പല അതിനു മുൻപ് തന്നെ ഈ മാറ്റം സംഭവിക്കുന്നുണ്ട്. വേദനയെ വിശേഷ്യമായി ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ശരീരത്തിൻ്റെ അവസ്ഥകളെ സൂചിപ്പിക്കാൻ വേദന നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാലുവേദന, മുട്ടുവേദന, നടുവേദന ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് 2021 ഘട്ടത്തിലേക്ക്, പ്രത്യേകിച്ച് ന്യൂ മീഡിയയുടെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിന് ബദലായി നമ്മളൊരു ഇംഗ്ലീഷ് പദത്തെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് ഉൾപ്പെടെ, രോഗികൾ ഉൾപ്പെടെ വേദന എന്ന വാക്കിനേക്കാൾ അധികം ഉപയോഗിക്കുന്നത് പെയിനാണ് നമ്മുടെ പല സ്ഥാപനം. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റിനെ അത്ര ലഘുവായി കാണേണ്ടതില്ല. മറിച്ച് ഒരു ഭാഷയിൽ ഇതര ഭാഷകൾക്കുണ്ടാകുന്ന ആധിപത്യത്തെ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള മനോഭാവത്തോടു കൂടി എതിർക്കാനല്ല, മറിച്ച് മലയാളത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ രോഗാവസ്ഥകളുമായും രോഗനിർണയവുമായും ചികിത്സാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മൾ വിശദീകരിച്ച് ഞാനതിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് പല ടെക്സ്റ്റുകളും ഞാനിതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ അഷ്ടാംഗ ഹൃദയം വരുന്നതോടുകൂടി അഷ്ടാംഗ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം ഉണ്ടാകുന്നത് കേരളത്തിലാണ്. ഇത് കഴിഞ്ഞ് ഇംഗ്ലീഷ് മെഡിസിൻ വരുമ്പോൾ ഹോമിയോ, യുനാനി പോലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ ഇവിടെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി നമ്മൾ നിരന്തരമായി നമ്മുടെ ശരീരത്തെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആവുകയും നമ്മൾ പുതിയ അനുഭവങ്ങളെ നിർണ്ണയിക്കാൻ പുതിയ പദാവലികൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അത് മലയാളമാണോ സംസ്കൃതമാണോ തെലുങ്കാണോ എന്നുള്ള പ്രശ്നമില്ല. അത് ഏത് ഭാഷയിലാണ് ഉണ്ടാകുന്നത് ആ ഭാഷാപദമാണ് ഇത് നിർണ്ണയിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി അല്ലെങ്കിൽ ഏറ്റവും നിർണായക ഘടകം എന്ന് പറയാൻ മാത്രമേ ഇവിടെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേപ്പറായിട്ട് അവതരിപ്പിക്കുന്നില്ല, ഓഡിയൻസിൻ്റെ കുറവും പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു പ്രശ്നം മലയാളത്തിൽ ഈ അടുത്ത സമീപകാലത്തായിട്ട് മറ്റ് വ്യവഹാരങ്ങളേക്കാൾ കൂടുതൽ രോഗവ്യവഹാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വളരെ പഠിക്കപ്പെടേണ്ട ഒരു ആർഗ്യുമെൻ്റ് ഒരു കാര്യമാണ് എന്ന് ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.